ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയത്തോടൊപ്പം 365 ദിവസം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ജനുവരി 15 പാവങ്ങളുടെ കന്യക. ബിക്കോ കുടുംബത്തിൻ്റെ വീടിന് പിറകുവശത്തുള്ള തോട്ടത്തിൽ മരീറ്റെ ബിക്കോ എന്ന 11 വയസ്സുകാരിക്ക് പരിശുദ്ധ കന്യകാമറിയം 8 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. പാവങ്ങളുടെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങൾക്കും രോഗികൾക്കും വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ രക്ഷകൻ്റെ അമ്മയാണ്, ദൈവത്തിൻ്റെ അമ്മയാണ്, ധാരാളം പ്രാർത്ഥിക്കുക എന്നാണ് അവസാനത്തെ പ്രത്യക്ഷപ്പെടലിൽ ആഹ്വാനം ചെയ്തത്. അതിനുശേഷം അവളുടെ കൈകൾ മെരീറ്റയുടെ തലയിൽ വച്ച് കുരിശു വരച്ച് അനുഗ്രഹിച്ചു. ദൈവരാജ്യത്തിൽ കണ്ടുമുട്ടുന്നതുവരെ കാണാം എന്നു പറഞ്ഞ് മാതാവ് അപ്രത്യക്ഷയായി. 14 വർഷത്തെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 1949 സഭ ആധികാരികമായി ഈ പ്രത്യക്ഷപ്പെടൽ അംഗീകരിച്ചു. 1985 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ദൈവാലയത്തിൽ വച്ച് മരീറ്റയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പ്രിയമുള്ളവരെ, പാവപ്പെട്ടവർക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നും ഞാൻ പാവപ്പെട്ടവരുടെ അമ്മയാണ് എന്ന് അരുൾ ചെയ്യുകയും ചെയ്ത അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം. ധാരാളം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതുമൂലം നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി എന്തെങ്കിലും ത്യാഗപ്രവൃത്തികൾ ചെയ്യുവാനും നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ.